10,000 രൂപ റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് 5G ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. TechArc ഒക്കെ ഒഫീഷ്യലി വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 13,000 താഴെയുള്ള ഒരു ബെസ്റ്റ് 5G ഫോണാണ്. 5G നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഇതൊരു നല്ല ഓൾറൗണ്ടർ ഫോണാണ്. സോ 10,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ. കാരണം ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. Moto G35ന്റെ ബോക്സ് ആണ് ഈ കാണുന്നത്. അതാണ് നമ്മുടെ ഫോൺ. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കേസിലിട്ട രീതിയിൽ ഫോൺ ഇരിക്കുന്നുണ്ട്. കേസ് ഒക്കെ അത്യാവശ്യം നല്ല കേസാണ്. സോ ഈ കാണുന്നതാണ് Moto G35. ഷർട്ടിന് മാച്ച് ആവുന്നുണ്ടല്ലോ. ഗ്രീൻ ഫോൺ ആയതുകൊണ്ടാണ് ഗ്രീൻ ഷർട്ട് ഇട്ടത്. എന്നാലും ഫോൺ കാണാൻ നന്നായിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് വെക്കാം. അതിൽ ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കുറച്ച് ഡോക്യുമെന്റേഷൻ, സിം ജെറ്റ് ടൂളൊക്കെ ഇരിക്കുന്നുണ്ട്. 20 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. ഒപ്പം തന്നെ ചാർജിങ് കേബിൾ ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. അത് അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോൺ എടുക്കാം. സോ ഇതാണ് ഫോൺ Moto G35. എങ്ങനെയുണ്ട് സംഭവം? വീഗൻ ലെതർ ഫിനിഷ് ഒക്കെ കൊടുത്തുകൊണ്ട് അത്യാവശ്യം ഒരു പ്രീമിയം ടച്ച്, അതൊരു പ്രീമിയം ആയിട്ട് തോന്നുമെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫോൺ വളരെ ലൈറ്റ് വെയിറ്റും കംഫർട്ടബിൾ ഒക്കെയാണ് കേട്ടോ. 7.9 mm ആണ് തിക്നെസ് വരുന്നത്. 185 ഗ്രാം ആണ്. ഫെദർ ലൈറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. 3 പാൻഡോൺ വാലിഡേറ്റ് കളറുകളിലാണ് ഇത് വരുന്നത്. വീഗൻ ലെതറിൽ ലീഫ് ഗ്രീനും ഗുവാവ റെഡും വരുന്നുണ്ട്. പിന്നെ 3D PMI ഫിനിഷിൽ മിഡ് നൈറ്റ് ബ്ലാക്കും വരുന്നുണ്ട്. സോ ബ്ലാക്ക് വേണ്ടവർ ലെതർ ഫിനിഷ് ആയിരിക്കില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ബ്ലാക്ക് ചൂസ് ചെയ്യാം. മറ്റേത് രണ്ടും ലെതറാണ്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. മുകളിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ഡോൾബി അറ്റ്മോസിന്റെ ബ്രാൻഡിംഗ് ഒക്കെ കാണാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. താഴെ 3.5 ജാക്ക് ഉണ്ട്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിലാണ് ഈ പറഞ്ഞ സിം ട്രേ, ഡുവൽ സിം. ഫ്രണ്ടിൽ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഇതാണ് Moto G35ന്റെ ഓവറോൾ ഡിസൈൻ. ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ നൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഒറ്റ ടച്ചിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. ഒറ്റ ടച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും ഒരു പ്രശ്നമില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണെന്ന് പറഞ്ഞല്ലോ, അത് ഇപ്പോൾ തന്നെ കേൾപ്പിച്ചത്. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി സൗണ്ടിങ് അടക്കം വരുന്നുണ്ട്. സോ അപ്പോൾ ഫോണിന്റെ ഡിസൈനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 6.72 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് വിഷൻ ബൂസ്റ്റ് ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. സോ നല്ല വിഷ്വൽ ക്വാളിറ്റി, ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നസ്. മിക്കവാറും ഫോണുകളൊക്കെ 600-700 നിസ് ബ്രൈറ്റ്നസ് ആണ് കാണുക. ഇവർ 1000 നിസ് കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. സോ വിഷ്വൽ ക്വാളിറ്റിയിൽ വേറെ അപാധകളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഒപ്പം അത്യാവശ്യം നനഞ്ഞ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്താലും വർക്ക് ചെയ്യാൻ വേണ്ടി വെറ്റ് ടച്ച് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. ഫോണിന് ഓൾറെഡി IP52 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. സ്വല്പം വെള്ളം തെറിച്ചാലൊന്നും പെട്ടെന്ന് വെള്ളം കയറില്ല, അപകടം സംഭവിക്കില്ല. സോ നല്ല ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ മെയിൻ സംഭവം ഞാൻ പറഞ്ഞാൽ ആദ്യം ഒരു വാലിഡേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 5G ബെസ്റ്റ് 5G ഫോണാണെന്ന് പറയാൻ കാരണം ഇതിൽ എല്ലാ തരം നെറ്റ്വർക്ക് സംവിധാനങ്ങളും ഉണ്ട്. അതായത് ഓൾറെഡി 5G 12 5G ബാൻഡ് വരുന്നുണ്ട്. VoNR സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ 4x4 മിമോ ടെക്നോളജി വരുന്നുണ്ട്. 4 കരിയർ അഗ്രിഗേഷൻ വരുന്നുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈ വരുന്നുണ്ട്. FM റേഡിയോ അടക്കം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനൊപ്പം ബ്ലൂടൂത്ത് 5.0 ആണ്. സോ ഒരു തരത്തിലുള്ള നെറ്റ്വർക്ക് പ്രശ്നങ്ങളും ഈ 10,000 രൂപ റേഞ്ചിൽ ഒരു ഫോൺ രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടുന്ന സെറ്റപ്പ് ഒക്കെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കുറച്ചധികം ദിവസങ്ങൾ ഉപയോഗിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനിഷ്യലും പ്രശ്നമാണ്. സോ അപ്പോൾ അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഉള്ള ഒരു ഫോണാണ്. ക്യാമറയും അത്യാവശ്യം നല്ലതാണ്. നല്ലതെന്ന് പറയുമ്പോൾ സാമ്പിൾ കണ്ടു നോക്കിയേ. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെന്റ് ബെസ്റ്റ് 50 മെഗാ പിക്സലിന്റെ ക്വാഡ് പിക്സൽ ക്യാമറ എന്നാണ് അവർ പറയുന്നത്. ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് സംഭവം? വൈഡ് ആംഗിൾ ക്യാമറയുണ്ട് 8 മെഗാ പിക്സലിന്റെ. സെഗ്മെന്റിലെ തന്നെ ഏറ്റവും കൂടിയ വൈഡ് ആംഗിൾ ക്യാമറ ഇതാണെന്നാണ് പറയുന്നത്. 16 മെഗാ പിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. അതിന്റെ സാമ്പിൾ ഇവിടെ കാണാം. അത്യാവശ്യം അതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മെയിൻ ക്യാമറയിൽ 4K വീഡിയോ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ സാമ്പിളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. വലിയ അപാകതകളില്ല. സോ 10-11,000 രൂപ റേഞ്ചിലത്തെ ഒരു ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ നല്ല ക്യാമറയാണെന്ന് ഒരു തരക്കേടില്ലാത്ത നല്ല ക്യാമറയാണ്. സെൽഫി ക്യാമറ വീഡിയോയുടെ സാമ്പിളാണ് ഇതായി ഈ കാണുന്നത്. ഇത് ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. സോ അത് വന്നിട്ടൊരു ശരാശരി നിലവാരമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്നുള്ളതിനെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ. പിന്നെ കുറച്ച് AI ഫീച്ചേഴ്സ്, അത് ഇതിൽ വരുന്ന ഗാലറി എന്ന് പറയുന്നത് ഫോട്ടോസാണ് ഗൂഗിളിൻ്റെ. സോ അതിനകത്തുള്ള നിങ്ങൾക്ക് കാണാം AI മാജിക് ഇറൈസർ പോലുള്ള സംഭവങ്ങൾ, മാജിക് എഡിറ്റർ, അങ്ങനെ ഫോട്ടോ അൺബ്ലർ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇറൈസർ എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇറൈസായി പോകും. അത് നിങ്ങൾക്ക് അറിയാലോ, ഗൂഗിൾ ഫോട്ടോസിലുള്ളതാണ്. സോ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇനി ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. യൂണിസോക്കിന്റെ T760 എന്ന് പറയുന്ന അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. പെർഫോമൻസിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. സോ സാധാരണ യൂസിനാണ് നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നതെങ്കിൽ യാതൊരു വിഷയമില്ല. ഞാൻ ടെമ്പിൾ റൺ പോലുള്ള ചെറിയ ഗെയിമുകളൊക്കെ ഞാനിട്ട് കളിച്ചു നോക്കി. ഗെയിമും കൂടി കളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ. ഒരു പ്രശ്നമില്ല, നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ വേണമെങ്കിൽ ചെറുകിട ഗെയിമൊക്കെ കളിക്കാനും പറ്റും. വലിയ ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിലൊന്നും നോക്കരുത്. ഇതൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിലാണ് നോക്കാൻ പാടുള്ളൂ. സോ
സോ സാധാരണ യൂസിനൊക്കെ ആണെങ്കിൽ യാതൊരു വിഷയമില്ല. 485K പ്ലസ് ആൻഡ്രോയിഡ് സ്കോർ കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. 4GB റാം 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. റാം ബൂസ്റ്റൊക്കെ വെച്ച് 12GB റാം വരെ ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15ലേക്ക് തീർച്ചയായിട്ടും അപ്ഗ്രേഡ് വരും. അത് കൂടാതെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഈ ഒരു വിലയ്ക്ക് തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ബെസ്റ്റ്. പിന്നെ ഇതിൽ വരുന്ന UI MyUX ആണ്. അതായത് ചെറിയൊരു കസ്റ്റമൈസ്ഡ് പ്യുവർ ആൻഡ്രോയിഡ് അല്ല, എന്നാലും നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. വലിയ പരസ്യ ആപ്ലിക്കേഷനുകളുടെ അതിപ്രസരമൊന്നുമില്ല, ചെറുതൊക്കെ ഉണ്ട്, എന്നാലും വേറെ വിഷയമൊന്നുമില്ല. MyUXന്റെ പെർഫോമൻസ് പറയുമ്പോൾ അത്യാവശ്യം ഇങ്ങനത്തെ ജസ്റ്ററുകൾ കണ്ടാവും. കുലുക്കുമ്പോൾ ഓൺ ആവുന്നത്, കുലുക്കുമ്പോൾ ഓഫ് ആവുക, ഇങ്ങനെ തിരിക്കുമ്പോൾ ക്യാമറ ഓൺ ആവുന്ന ക്യാമറ ഓൺ ആവുന്ന സംഭവമൊക്കെ ഉണ്ട്. സോ അപ്പോൾ അങ്ങനെയുള്ള ജസ്റ്ററുകളൊക്കെ MyUXന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അത് കൂടാതെയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മോട്ടോ സെക്യൂർ, അത് മോട്ടോയുടെ പതിവ് സംഭവങ്ങളാണ്, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫാമിലി സ്പേസ്, നിങ്ങൾക്ക് കുട്ടികളെയൊക്കെ ഫോണൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫാമിലി സ്പേസ് വെച്ചുകൊണ്ട് പാരന്റൽ കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തിങ്ക് ഷീൽഡിന്റെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ മോട്ടോയുടേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഫോണിൽ അവർ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ബാറ്ററി 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ബോക്സിലുള്ളത്. സോ ഈ ഫോണിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ഒരു ഡീസന്റ് ലെവലിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു ഓൾ റൗണ്ടർ എന്ന് പറയാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഫോണിന്റെ എല്ലാ ഭാഗത്തും അവർ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്? യൂണിസോക്ക്, അതേപോലെ LPDDR4X റാം, UFS 2.2 സ്റ്റോറേജ്, ഫുൾ HD ഡിസ്പ്ലേ, 100 Hz ഡിസ്പ്ലേ, 1000 nits ബ്രൈറ്റ്നസ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, സൈഡ് മൗണ്ടഡ് ഫിംഗർ സെൻസർ, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ആൻഡ്രോയിഡ് 15ലേക്കുള്ള അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, ഇങ്ങനെ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ്, 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ 10,000 രൂപ റേഞ്ചിൽ കിട്ടുക, പ്ലസ് മെയിൻ ക്യാമറയിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. ഈ എല്ലാ ഘടകങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ഈ പ്രൈസിൽ നോക്കുന്നവർക്ക്. അതും ഇതെൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. എനിക്കും ഇപ്പോഴേ ഈ ഫോൺ കൈ കിട്ടിയിട്ടുള്ളൂ, കണ്ടിടത്തോളം കൊണ്ട് ഗംഭീരമായിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് പ്രൈസ്. ഓഫേഴ്സ് എല്ലാം അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവിടെ ചെല്ലുമ്പോഴും ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പിക്കുക. താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും കൂട്ടുകാർക്ക് ആവശ്യമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ, ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.